ഇന്ന് വിലാപയാത്രയായി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനം ശനിയാഴ്ച വരെ. വിശദമായ വാർത്തകളിലേക്കാണ്. ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ മലയാളിയുമുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. ലഷ്കർ എ തൊയ്ബ അനുകൂല സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെത്തും. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. വിവരങ്ങളുമായി അഫ്സാന അൻഷാദ് ചേരുന്നു. അഫ്സാന, ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി ഉയരുന്നു. ഇതിൽ 27 പുരുഷന്മാരും ഒരു സ്ത്രീയും അടക്കമാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10ഓളം പേരെ ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ. രാജ്യത്തെ ആകെ നടുക്കിയ ഒരു നിമിഷത്തിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്. ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനമാണ് ഔദ്യോഗികമായി 16 പേര് മരിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങളടക്കം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി എ രാമചന്ദ്രനാണ് മരിച്ചത്. നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരെല്ലാം നിലവിൽ ചികിത്സയിലാണ്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. രാജ്യമാകെ സുരക്ഷയുടെ കാര്യത്തിൽ പോലും വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ മരിച്ചവരുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീനഗറിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും രണ്ട് ദിവസം വരെ അത് നീളാൻ സാധ്യതയുണ്ടെന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഈ സംഭവം നടന്ന സമയം തന്നെ ജിദ്ദയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിലൂടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് പെൽഗാമിലേക്ക് ഉടൻ പെൽഗാം സന്ദർശിക്കാൻ ആവശ്യപ്പെടുകയും ആവശ്യമായ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്താനും ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിരുന്നു. ഏകദേശം 8 മണിയോടെയായിരുന്നു അദ്ദേഹം ശ്രീനഗറിൽ എത്തിയത്. തുടർന്ന് ഒരു അവലോകന യോഗം ചേർന്ന് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിരുന്നു. ഇന്നും അദ്ദേഹം പെൽഗാം സന്ദർശിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം അവിടെ ഒരു യോഗം ചേരാനും സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ജിദ്ദയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ദ്വിദിന സന്ദർശനത്തിനാണ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഏറ്റവും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒരുക്കിയ അത്താഴ വിരുന്ന് വരെ ആദരസൂചകമായി അദ്ദേഹം വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇപ്പോൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. തുടർന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. വൃന്ദ, ഇന്നലെ ഏകദേശം 3 മണിയോടെയായിരുന്നു രാജ്യത്തെ ആകെ ഞെട്ടിച്ച് ഈ ഒരു ഭീകരാക്രമണം നടന്നത്. അതായത് അനന്തനാഗ് ജില്ലയിലെ ബൈസ്റ്റൺ താഴ്വരയിലായിരുന്നു ഭീകരാക്രമണം നടന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരാക്രമണം. ഏകദേശം ആ സമയത്ത് 1500ഓളം വിനോദസഞ്ചാരികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബൈസ്റ്റൺ കുന്നിന് മുകളിലേക്ക് ട്രക്കിന് പോയ വിനോദസഞ്ചാരികൾ തിരിച്ച് താഴ്വരയിലെത്തി വിശ്രമിക്കുന്നതിനിടയിൽ വനമേഖലയിൽ നിന്നെത്തിയ സൈന്യത്തിൻ്റെ വേഷത്തിലെത്തിയ 3 ഭീകരർ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഇവർ വനമേഖലയിലേക്ക് തന്നെ രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുക തന്നെയാണ്. ഏകദേശം മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് വേണ്ടി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അനന്തനാഗ്, അതുപോലെ തന്നെ ബൈസ്റ്റൺ വാലി, പഹൽഗ്രാം, ഈ 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർക്ക് വേണ്ടി ഇപ്പോൾ പരിശോധന നടക്കുന്നത്. CRP ജവാന്മാരടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. സുരക്ഷാ സേനയും പോലീസും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് ഇവർക്ക് വേണ്ടി ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇന്ത്യ എപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇന്നലെ തന്നെ ഏറ്റെടുത്തിരുന്നു.
ഈ മരിച്ച 28 പേർ മരിച്ചതെന്നാണ് അനൗദ്യോഗികമായ കണക്ക്. ഇതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. അതുമാത്രമല്ല ഒരു മലയാളിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രനാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾ വിദേശത്തായിരുന്നു. വിദേശത്തുനിന്ന് മകൾ അവധിക്കെത്തിയത് കുടുംബത്തോടൊപ്പം ശ്രീനഗർ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഇതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതുമാത്രമല്ല കൊച്ചിയിലെ ഒരു നേവി ഉദ്യോഗസ്ഥനും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ സ്വദേശിയായ ലഫ്റ്റനന്റ് വിനയ് ആണ് മരിച്ചത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രിയെ കൂടാതെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും അദ്ദേഹത്തിൻ്റെ അവരുടെ US പെറു സന്ദർശനം വെട്ടിച്ചുരുക്കി ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ഭീകരാക്രമണം നടന്നത്. നിലവിൽ ഉന്നതതല യോഗത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ബാക്കി തീരുമാനങ്ങളെല്ലാം അടക്കമെടുക്കുക. രാജ്യമാകെ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ്. 2019 ശേഷം കശ്മീരിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് തന്നെ നമുക്കിത് പറയേണ്ടി വരും. അതും സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമെന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ജമ്മു കശ്മീർ 2019 മുമ്പ്, അതായത് പ്രത്യേക പദവി എടുത്തു കളയുന്നതിന് മുമ്പ് ആക്രമണം ഒരു തുടർക്കഥയായിരുന്നുവെങ്കിലും 2019 പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം സമാധാനമായ ഒരു രീതിയിലേക്ക് കശ്മീർ തിരിച്ചു മടങ്ങും. വിനോദസഞ്ചാരികളുടെ ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചോളം വിനോദസഞ്ചാരികളാണ് അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരരുടെ ആക്രമണം അങ്ങനെ ഉണ്ടായിട്ടുമില്ല. സാധാരണക്കാർക്ക് നേരെയും ഏറ്റവും കൂടുതൽ സുരക്ഷാ സേനയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെ ആക്രമണം ഉണ്ടായെങ്കിലും സാധാരണക്കാർക്ക് നേരെ ഇത്ര വലിയൊരു ആക്രമണം നടക്കുന്നത് ഇതാദ്യമാണ്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അദ്ദേഹം പ്രതികരിച്ച് തന്നെ സാധാരണക്കാർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹവും ഇപ്പോൾ പെഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ എത്തിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഉന്നതതല യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ദില്ലിയിലാണ് എത്തിയിട്ടുള്ളത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിൽ പരിക്കേറ്റവരെല്ലാം ചികിത്സയിൽ തുടരുകയാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി കണക്കില്ല. കാരണം എന്തെന്നാൽ ഈ ആക്രമണം നടന്ന ബൈസ്ട്രൻ താഴ്വര എന്ന് പറയുന്ന സ്ഥലം അത് കാൽനട യാത്രയായോ കുതിരപ്പുറത്തോ മാത്രമായി എത്താൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഈ പരിക്കേറ്റവരെ നമുക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം കാൽനട യാത്രയായോ കുതിരപ്പുറത്തോ മാത്രമായി പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ആക്രമണം നടന്നു, ആസൂത്രിതമായ ഒരു ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതും വനമേഖലയിൽ നിന്ന് സൈനികരുടെ സുരക്ഷാ സേനയുടെ വേഷത്തിലെത്തിയ 3 ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത്. ഇവർ ദൂരെ വെടിയുതിർക്കുകയായിരുന്നു എന്നറിഞ്ഞ് അവിടെ മരിച്ച ഒരു കർണാടക സ്വദേശി മരിച്ച മഞ്ജുനാഥിൻ്റെ ഭാര്യയാണ്. അത് എല്ലാവരും കുടുംബാംഗങ്ങളുടെ തൊട്ടു മുമ്പിലാണ് മരിച്ചു വീണത്. അതും ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഉറ്റവർക്ക് മുമ്പിൽ മരിച്ചു വീഴുക എന്നത്. അതിൽ കർണാടക സ്വദേശിയായ ഇന്നലെ ആദ്യം മരണം സ്ഥിരീകരിച്ച കർണാടക സ്വദേശിയായ മഞ്ജുനാഥിൻ്റെ ഭാര്യയാണ് പോലീസ് കൺട്രോൾ റൂമിൽ ഈ വിവരം ആദ്യം അറിയിക്കുന്നത്. തുടർന്ന് സുരക്ഷാ സേന അടക്കം സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ഈ കാൽനടയാത്രയെ കുതിരപ്പുറത്ത് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായതുകൊണ്ട് മാത്രം വളരെ തന്നെ പരിമിതികൾ ഉണ്ടായിരുന്നു. എങ്കിലും സുരക്ഷാ സേനയടക്കം രക്ഷപ്പെട്ട ഭീകരർക്കായുള്ള വൻ തിരച്ചിലാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത് വ്യക്തമാക്കിയിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കുറ്റക്കാർക്കെതിരെ മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പാക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ. ഇതിൻ്റെ അനുബന്ധ സംഘടനയായ ദി റെസിഡന്റ് ഫ്രണ്ട് ആണ് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇത് പാകിസ്ഥാനുമായിട്ടൊരു ബന്ധം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തിയിലടക്കം ഇപ്പോൾ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതൊരു തിരിച്ചടിയും നേരിടാനുള്ള സാഹചര്യമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളതെന്നാണ് അനൗദ്യോഗികമായ വിവരം നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല ദില്ലിയിലും UPയിലും മുംബൈയിലും അടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്.
കഴിയുന്നുണ്ട്. ഇനിയൊരു ഭീകരാക്രമണം അത് തടയുക, അത് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ പോലും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലുണ്ട്. അദ്ദേഹം ആദരമർപ്പിച്ചതിന് ശേഷം ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കും ബാക്കിയുള്ള തീരുമാനങ്ങൾ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടക്കും. തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമാക്കുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വൃന്ദ, മരിച്ചവർ ഒരു മലയാളി കൂടിയുണ്ട്. ഞാനത് വീണ്ടും പറയുകയാണ്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക്